നമ്മളെ ഏജൻസിയിലോട്ട് പോകുമ്പോൾ പുള്ളി ഈ ലണ്ടന്റെ ഒരു ഫേസ് ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, ഒരു ലക്ഷറി ലൈഫ്. നമ്മളെ കുറെ ഫിലിമൊക്കെ കാണിച്ചു തന്ന് ഷാറൂഖ് ഖാന്റെ ഒക്കെ ഒരു ഫിലിമൊക്കെ ഉണ്ട്. അതിനകത്തൊരു പാട്ടിലൂടെ ഷാറൂഖ് ഖാൻ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇങ്ങനെ മാർക്കറ്റിൽ പോകുന്നുണ്ട്, വേറെ ഹൗസ് കീപ്പിംഗ് പോലുള്ള ജോലികൾ ചെയ്യുന്ന കുറെ. അപ്പൊ പുള്ളി ഇങ്ങനെ പാട്ടിന്റെ ഇടയിൽ കൂടെ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഈ ജോലിയൊക്കെ വളരെ എളുപ്പമാണ്, അടിപൊളി ലക്ഷറി ലൈഫ് ഒക്കെയാണ്. പാർട്ട് ടൈം ജോബ് ഒക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് ഒരു എക്സാമ്പിൾ തന്നത്, ഒരു ടേബിളിന്റെ പുറത്ത് ഒരു പെന്ന് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ പെന്ന് എടുത്ത് തൊട്ടടുത്തോട്ട് വെക്കാവൂന്നാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ആ പെന്ന് എടുത്തത് തൊട്ട്, ഇതാണ് അവിടുത്തെ പാർട്ട് ടൈം ജോബ്. ശരിക്കും ഏജൻസിയിലെ ചേട്ടൻ കൊള്ളാലോ. അപ്പൊ എന്റെ അടുത്ത് പിന്നെ പറയുന്നത്, അവിടെ പോകുമ്പോ സൂക്ഷിക്കണം, നിങ്ങൾ തിന്നി അടിച്ച് വീഴാതിരിക്കാൻ നോക്കണം. അപ്പൊ അവിടെ മഞ്ഞൊക്കെ ആണല്ലോ, സ്നോഫോൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പൊ എന്താ അങ്ങനെ പറയുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ അവിടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആപ്പിള് മരങ്ങൾ കാണും, ഇത് ചീഞ്ഞ് ഇത് തറയിൽ വീണിട്ട് ഇത് സ്ലിപ്പായിട്ട് വീഴരുത്. ആ ചേട്ടൻ ഇപ്പൊ എവിടെയുണ്ട്? പുള്ളി എവിടെയൊക്കെ തന്നെ ഉണ്ട്, വലിയൊരു ബിസിനസ് ഒക്കെ നടത്തി, സെയിം കൺസൾട്ടൻസി തന്നെയാണ്. ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പം പാർട്ട് ടൈം ജോബും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പുള്ളി എടുത്ത് പറയാണ്, സാർ ഈ യൂണിവേഴ്സിറ്റി നല്ലതല്ലേ? അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കും, നബീലിന് പശുവിനെ കറക്കാൻ അറിയാമോ? അപ്പൊ ഞാൻ എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ പറയുന്ന, നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി പോയി, അത് ഔട്ടർ ലണ്ടനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾക്ക് ആപ്പാടെ ജോലി കിട്ടുന്നത് പശുവിനെ കറക്കുന്ന ജോലിയൊക്കെ ആയിരിക്കും, ഇതൊക്കെ പോയി ചെയ്യേണ്ടി വരും. അപ്പം പുള്ളിക്ക് ഒരു എക്സ്ക്ലൂസീവായിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ആ യൂണിവേഴ്സിറ്റി തന്നെ നമ്മളെ വിടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മറ്റേത് യൂണിവേഴ്സിറ്റി പറഞ്ഞാലും പുള്ളി ഓക്കെ പറയത്തില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആ സമയത്ത് നമ്മൾ യു കെയിലേക്ക് പോകുന്നത്. അതായത് ഇപ്പൊ ഒരാളടുത്ത് വിളിച്ച് ചോദിക്കാൻ പോലും അവിടെ ആരുമില്ല. ഇപ്പം ഉള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണ്, ആരെങ്കിലൊക്കെ യു കെയിൽ കാണും. പക്ഷെ അന്ന് അത്രയും ആൾക്കാർ കുറവായിരുന്നു. ഒരു വീട്ടിലെ ഒരാള് മിനിമം യു കെയിലുണ്ടാവും. അപ്പുറത്തെ വീട്ടിൽ ഒരാൾ, നമ്മളെ വീട്ടിലല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ഒരാളെങ്കിലും യു കെയിലുണ്ട്.